30 ദിവസം ജയിലിൽ കിടന്നാൽ മന്ത്രിമാരെ പുറത്തിറക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിന് കാരണമായി ബി.ജെ.പിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പറയുന്നത് ഇത് അഴിമതി തടയുന്നതിനും അധികാര സ്ഥാനത്തുള്ളവർക്ക് ഉത്തരവാദിത്തത്തോടെ ജനങ്ങളോട് ധാർമ്മികമായി പെരുമാറുന്നതിനും ഉള്ള ഒരു നീക്കമാണ് എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷ രാഷ്ട്രീയ സംസ്ഥാനങ്ങളിലെ അവിടെയുള്ള മന്ത്രിമാരെ ലക്ഷ്യമിട്ട് മാത്രമാണ് ഈ നീക്കമെന്നും പറയുന്നു. പ്രധാനമന്ത്രിയെ അടക്കം മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും ഉൾപ്പെടെ ഈ നിയമത്തിന്റെ പരിധിയിലേക്ക് അല്ലെങ്കിൽ ഈ ഭരണഘടനാ ഭേദഗതിയുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബി.ജെ.പി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. JPC-ക്ക് വിടാനും വിശദമായി പരിശോധിക്കാനും തയ്യാറാണ് എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ മുന്നോട്ട് കൊണ്ടുപോകാനാത്ത അവസ്ഥയിലാണ്. ഹോട്ട് ആൻഡ് ടോക്ക് പരിശോധിക്കുകയാണ്. പ്രതിപക്ഷത്തെ പൂട്ടാനുള്ള ബില്ലോ എന്നുള്ളതാണ് ചോദ്യം. ശ്യാംരാജ് ബി.ജെ.പി പ്രതിനിധി ആദ്യം ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ശ്യാംരാജ്, ഇത് പ്രതിപക്ഷത്തെ പൂട്ടാനുള്ള ബില്ലാണ്? നോക്കൂ, നിങ്ങൾ മനഃപൂർവ്വമോ അല്ലാതെയോ ഈ ബില്ലിനെ കുറിച്ച് പറഞ്ഞത് പാതിയെ പറഞ്ഞിട്ടുള്ളൂ. അത് പൂർത്തിയാക്കി നിങ്ങൾ പറയണം. 30 ദിവസത്തിന് ശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും. പക്ഷെ അവർക്ക് എന്നാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് ഒഴിവാകുന്നത് ആ സമയത്ത് തന്നെ അവർക്ക് തിരികെ ആ മന്ത്രി പദവി ലഭിക്കുകയും ചെയ്യും. അല്ലെ, ഏതാണ് അവരുടെ ചുമതല അതിലോട്ട് കയറാൻ വേണ്ടി നടക്കുകയും ചെയ്യും. ഇവിടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ മറ്റേതെങ്കിലും മന്ത്രിയോ ആയിക്കോട്ടെ, ഈവൻ പ്രധാനമന്ത്രി പോലും ആയിക്കോട്ടെ, അവർക്കെതിരെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടാവുകയും അത് ശരിയെന്ന് ഒരുപക്ഷെ കോടതിക്ക് തോന്നുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ 30 ദിവസം വരെ, പരമാവധി 30 ദിവസം വരെ ജുഡീഷ്യൽ കസ്റ്റഡി ആയിരിക്കുന്ന സമയത്ത് അതിനുശേഷമുള്ള ദിവസങ്ങളിൽ അവർക്ക് ആ ചുമതലയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഇവരുടെയൊക്കെ സ്വാധീനം ഉപയോഗിച്ച് ഈ കേസിനെ അട്ടിമറിക്കപ്പെടാനോ അതല്ലെങ്കിൽ കേസിനെ സ്വാധീനിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒന്നാമതായിട്ട് ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം. ഞാനിതിന് ഇപ്പൊ ഈ കോൺഗ്രസ്സുകാരുടെ ഈ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഞങ്ങൾ എന്തായാലും അഴിമതി കാണിക്കും, ഞങ്ങളെ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ജയിലിൽ പോകാനൊന്നും പാടില്ല എന്നെന്തോ അവർക്കൊരു പ്രത്യേക ആഗ്രഹമുള്ള പോലെ തോന്നുന്നു. ഇവരെന്തിനാണ് ഈ പേടിക്കുന്നത്? ഞാൻ ഇതിനകത്തൊരു ലോജിക്ക് ചോദിക്കട്ടെ. മന്ത്രിമാര് മുഖ്യമന്ത്രിമാരും ഒക്കെയാണ് അഴിമതി കാണിക്കുന്നവർ, അല്ലെങ്കിൽ ഇത്തരത്തിൽ 30 ദിവസത്തിൽ കൂടുതൽ കസ്റ്റഡിയിൽ ഇരിക്കുന്നവരാണ് ജയിലിൽ പോകേണ്ടതെങ്കിൽ ഭയക്കേണ്ടത് ഞങ്ങളല്ലേ? കാരണം ഞങ്ങൾക്കല്ലേ ഈ രാജ്യത്ത് കൂടുതൽ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ ഉള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ആ ഭയമില്ല. ഇത് വളരെ ചുരുക്കം സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന, വളരെ ചുരുക്കം സംസ്ഥാനങ്ങളിൽ മാത്രം സംവിധാനങ്ങളുള്ള ഈ പ്രതിപക്ഷം ഇങ്ങനെ കിടന്ന് കരഞ്ഞു പോകുന്നത് എന്തിനാണ്? ഇത് കോഴിയെ കട്ട കാര്യം പറഞ്ഞപ്പോഴേ ഇവർ തലയിൽ തപ്പുകയാണ്. ദാ എന്റെ തലയിൽ തന്നെ ഞാനാണ് കോഴീനെ കട്ടത് എന്നുള്ള രീതിയിൽ. അപ്പൊ കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷവും ഇങ്ങനെ കിടന്നിട്ട് കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അഴിമതിക്കാരായിട്ടുള്ള മന്ത്രിമാരെ ജയിലിൽ അവർക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കാൻ വേണ്ടിയിട്ട് മാത്രം വേണ്ടിയിട്ടാണ്. നോക്കൂ, 2014 ശ്രീ നരേന്ദ്രമോദിജി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് പ്രതിജ്ഞ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്, മേ ന ഖാവൂങ്ക ന ഖാനെ ദൂങ്ക എന്ന് പറഞ്ഞാല് ഞാൻ തിന്നാനും പോണില്ല, നിങ്ങളെ ആരെയും കൊണ്ട് തീറ്റിക്കാനും പോണില്ലേ എന്ന് വെച്ചാൽ ഞാൻ അഴിമതി കാണിക്കുകയില്ല, ഒരാളെ അഴിമതി കാണിക്കാൻ വിടുകയുമില്ല എന്ന്. അപ്പൊ ആ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനത്തിന്റെ ഫലമായി കഴിഞ്ഞ 11 വർഷമായിട്ട് നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് അഴിമതി കേസുകൾ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയ്ക്കെതിരെ ഒരഴിമതി പോലും തെളിയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഒരു 11 വർഷക്കാലമാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. നമ്മുടെ രാജ്യം 2047 ആകുമ്പോൾ വികസിത രാജ്യമാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. 2027 കൂടി നമ്മൾ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തി ആവാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ലോകത്തിന്റെ നെറുകയിലേക്ക് കൂടി നമ്മൾ എത്തുന്ന സമയത്ത് എല്ലാ രീതിയിലും നമ്മൾ പരിഷ്കരിക്കേണ്ടത് കൂടിയുണ്ട്. ആ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് അഴിമതിക്കാരായിട്ടുള്ള നമ്മുടെ മന്ത്രിമാർ ജയിലറുകളിലാവണമെന്നോ അല്ലെങ്കിൽ നിയമത്തെ ഭയന്നവർ അത്തരത്തിലുള്ള അഴിമതിയിലേക്ക് പോകരുതെന്നോ ഉള്ള ആ ഒരു ചിന്തയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു നിയമമാണിത്. ഇതിനകത്ത് പറയുന്ന ഒരു പോയിന്റ്, സാധാരണഗതിയിൽ ജനം കേൾക്കുമ്പോൾ അഴിമതിക്കാരെ ശിക്ഷിക്കാനുള്ളതാണല്ലോ, അധികാര കേന്ദ്രങ്ങളിലെ കെടുകാര്യസ്ഥതയും അഴിമതിയും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണല്ലോ എന്നെല്ലാം തോന്നുമെങ്കിൽ പോലും പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഇവിടെ കേന്ദ്ര ഏജൻസികൾ കഴിഞ്ഞ 10 വർഷത്തിലധികമായി പ്രതിപക്ഷത്തുനിന്നുള്ള രാഷ്ട്രീയ നേതാക്കളെ, ഒരു മുഖ്യമന്ത്രി ഉൾപ്പെടെ ദീർഘകാലം കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ EDയുടെ അറസ്റ്റിനെ തുടർന്ന് ജയിലിൽ കിടന്ന ഒരു കഥ നമുക്കറിയാവുന്നതാണ്. അതിനു മുൻപ് മറ്റൊരു മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാജിവെച്ചതിന് ശേഷമാണ് അദ്ദേഹം ജയിലിൽ പോയത്. മടങ്ങിയെത്തി വീണ്ടും മുഖ്യമന്ത്രിയാവുകയായിരുന്നു. പക്ഷേ അപ്പോഴും PMLA പോലുള്ള ഗുരുതര വകുപ്പുകളിൽ
അവരുടെ നമ്മുടെ നിയമപ്രകാരം ഒരാൾ കുറ്റവാളിയാണ് എന്ന് വിധിക്കുന്നത് വരെ അയാൾ കുറ്റവാളിയായിട്ടില്ല, പ്രതി, സംശയത്തിൻ്റെ ഒരു ആനുകൂല്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. നിയമം ആണ് അദ്ദേഹത്തെ കുറ്റക്കാരനായി കണ്ടെത്തേണ്ടത്. പക്ഷെ നോക്കൂ, ഇവിടെ PMLA പോലുള്ള വകുപ്പുകളിൽ അല്ലെങ്കിൽ ED രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. വളരെ വേഗത്തിൽ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളെ വേട്ടയാടാൻ BJPക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ദൂരവ്യാപകമായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളതല്ലേ എന്നുള്ളതാണ് ചോദ്യം. അല്ല, നോക്കൂ, അത് ഏത് നിയമത്തെ കുറിച്ചിട്ടും അങ്ങനെ നമുക്ക് പറയാം, ദൂരവ്യാപകമായിട്ടും ദുരുപയോഗം ചെയ്ത് കൂടെ എന്നൊക്കെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് ഇതിനകത്ത് യുക്തി എന്താണ്? അതാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെ കോൺഗ്രസിന് തന്നെ ഡബിൾ സ്റ്റാൻഡ് ഉണ്ട്. ലാലു പ്രസാദ് യാദവ് അദ്ദേഹം ജയിലിൽ പോകുന്ന സമയത്ത് ആദ്യം വന്നിരുന്ന പ്രതിധ്വനികൾ അദ്ദേഹം ജയിലിരുന്ന് ഭരിക്കുമെന്നായിരുന്നു. പക്ഷെ അന്ന് അതിനെതിരെ ഏറ്റവും കൂടുതൽ ബഹളം വെച്ചതും സമരങ്ങൾ നടത്തിയിട്ടുള്ളതും കോൺഗ്രസ് പാർട്ടിയാണ്. അങ്ങനെയാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുള്ള രാബ്രി ദേവിക്ക് മുഖ്യമന്ത്രി ആവേണ്ടി വന്നിട്ടുള്ളത്. ആ സമയത്ത് അവർക്കെതിരെ ആരോപണങ്ങൾ വേണ്ടി വന്നു. രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത ഒരു വ്യക്തി മുഖ്യമന്ത്രിയായി എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ ആരോപണങ്ങൾ വന്നു. പക്ഷെ ആ സമയത്ത് ലാലു പ്രസാദിനെതിരെ ഏറ്റവും വലിയ ആരോപണങ്ങൾ, പ്രസ്താവനകൾ പുറപ്പെടുവിച്ച ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇനി 2013 എനിക്ക് തോന്നുന്നു ഈ കേന്ദ്ര സർക്കാർ ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അവർ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു ഓർഡിനൻസ്, അത് ശ്രീ രാഹുൽ ഗാന്ധി കീറിയെറിഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഓർഡിനൻസിൽ എന്തായിരുന്നു? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു 2 വർഷത്തിൽ കൂടുതലോ അധികം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതിനിധികള് അവർ ആ ചുമതലയിൽ നിന്ന് അവർക്ക് മാറേണ്ടി വരും എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോ അതിനെതിരെ കൊണ്ടുവന്ന ഒരു ഓർഡിനൻസ് ആണ്. എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി എന്താണോ പറഞ്ഞത് അത് ശരിയാണ്. അഴിമതിക്കാർ ശിക്ഷിക്കപ്പെടണം, അവർക്കൊരു നിമിഷം പോലും അവരുടെ ആ പദവിയിൽ ഇരിക്കാൻ അനുമതിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഓർഡിനൻസ് കീറിക്കളഞ്ഞ ആളുടെ പേരാണ് രാഹുൽ ഗാന്ധി എന്ന്. അപ്പൊ അന്നൊരു നിലപാട്, ഇന്ന് വേറെ നിലപാട് എങ്ങനെയാവുന്നത്? അപ്പൊ ഇതൊക്കെ വെറുതെ മിയർലി കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക, കേന്ദ്ര സർക്കാരിനെ എങ്ങനെയും ഭരണം തടസ്സപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു യുക്തിയുമില്ല. ഈ രാജ്യത്ത് കോടതികളൊക്കെ ഇല്ലേ? ഈ രാജ്യത്ത് ഭരണ സംവിധാനങ്ങളിൽ വെറുതെ ഒരാളെ പിടിച്ച് ജയിലിടാൻ പറ്റും? ഇത് ഏത് കാലത്താണ് ജീവിച്ചിരിക്കുന്നത്? ഒരാളെ പിടിച്ചിട്ട് വെറുതെ അങ്ങനെ ജയിലിടാനൊന്നും പറ്റത്തില്ല. ഇവിടെ കോടതികളും ജാമ്യം ലഭിക്കാനൊക്കെ ഉള്ള എത്രയോ സാധ്യതകളുണ്ട്. അതും ഒരു മുഖ്യമന്ത്രിയെ പോലെ, ഒരു സംസ്ഥാനത്തിലെ ഒരു മന്ത്രിയെ പോലെ, കേന്ദ്രമന്ത്രിയെ പോലെയുള്ള ഒരാളെയൊക്കെ വെറുതെ പിടിച്ച് ജയിലിടാൻ വേണ്ടി പറ്റുമോ? ഇവിടെ സംഭവിച്ചെന്താണെന്ന് നോക്കൂ. മനീഷ് സിസോദിയക്ക് ഡൽഹി ഉപമുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ട് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പോലും സാധിക്കാൻ പറ്റാത്തൊരു ഘട്ടം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം സ്വാധീനം ചെലുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ സെന്തിൽ ബാലാജി നോക്കൂ, അവിടെ ഡൽഹിയിൽ നിന്ന് വിടും, നമ്മുടെ തൊട്ടടുത്തേക്ക് വരാം. സെന്തിൽ ബാലാജി ജയിലിൽ പോകുമ്പോൾ അദ്ദേഹം മന്ത്രിയായിരിക്കുന്നു. ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ? ഒന്ന്, ഇതിന് അന്വേഷണത്തെ എത്രയോ വലിയ രീതിയിൽ ബാധിക്കും. 2, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നിങ്ങൾ ഏതൊരു ചെറുപ്പക്കാരനോട് അല്ല ഈ നാട്ടിലെ ഏതൊരു ജനങ്ങളോട് നിങ്ങളെടുത്ത് ചോദിച്ചു നോക്കിക്കോളൂ. ഇപ്പൊ അന്യൻ എന്ന് പറയുന്ന സിനിമ, ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന സിനിമ ഈ നാട്ടിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിനൊരു കാരണം എന്താണ്? നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര്, നമ്മുടെ നാട്ടിലെ സാധാരണക്കാര് അഴിമതിയെ അത്രമാത്രം എതിർക്കുന്നു, വെറുക്കുന്നുണ്ട്. അവർക്ക് ആവശ്യം അഴിമതിരഹിതമായിട്ടുള്ള സർക്കാരാണ്, അഴിമതിരഹിതമായിട്ടുള്ള ഭരണ സംവിധാനങ്ങളാണ്. അപ്പൊ അതിനനുകൂലമായിട്ട് ജനങ്ങളുടെ മനസ്സിനും കൂടി തോന്നണ്ടേ? ഇപ്പൊ സെന്തിൽ ബാലാജിയെ പോലെ ഒരാളെ മന്ത്രിയാക്കി വെക്കുന്ന ഒരു മന്ത്രിസഭയ്ക്ക് ജനങ്ങൾക്ക് എന്ത് വിശ്വാസത ഉണ്ടാവുക? ഈ അരവിന്ദ് കെജ്രിവാൾ ജയിൽ ശിക്ഷ ജാമ്യം എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ജനങ്ങൾക്ക് എന്ത് വിശ്വാസം ഉണ്ടാവുക? അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജനങ്ങളുടെ മനസ്സിൽ വിശ്വാസ്യത തോന്നുക, അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തോടും ജനാധിപത്യ സംവിധാനത്തോടും ജനങ്ങൾക്ക് മതിപ്പുണ്ടാവുക, അവമതിപ്പല്ല മതിപ്പുണ്ടാവുക എന്നുള്ളതും കൂടി ഇവിടെയുണ്ട്. ഒരു പോയിന്റോട് ഞാൻ പറയട്ടെ. 48 മണിക്കൂർ കസ്റ്റഡി, ഒരു 48 മണിക്കൂർ കസ്റ്റഡിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കസ്റ്റഡിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്യണം എന്ന് നിയമമുള്ള ഇടമാണിത്. അപ്പോ സർക്കാർ ഉദ്യോഗസ്ഥർക്കാകാം, മന്ത്രിമാർക്കാവാൻ പാടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? എല്ലാവരും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ലോജിക്ക്, പ്രതിപക്ഷത്തിന്റെ ലോജിക്ക് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ആളുകൾ ഞങ്ങളാണ്. പക്ഷെ ഞങ്ങൾക്ക് ഭയമില്ല, കാരണം ഞങ്ങൾ അഴിമതി ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ്. അല്ല ശ്രീ ശ്യാംരാജ്, അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ സർക്കാർ നിങ്ങളുടേതായ ഒരു മന്ത്രിയെ പിടിച്ച് ജയിലിലിടുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ UPA മന്ത്രി കാലഘട്ടത്തിലും അവരുടെ ആളുകളെ പിടിച്ചിട്ട് ജയിലിട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യായിക്കൊന്നുമില്ല. ഇത് ശിക്ഷിക്കും, എന്റെ കുറ്റം തെളിയട്ടെന്ന്. അല്ല, ഇത് കുറ്റം തെളിയണ്ട ശ്യാംരാജ്. ഇവിടുത്തെ പ്രശ്നം കുറ്റം തെളിയണ്ട, 30 ദിവസം ജയിലിൽ കിടന്നാൽ മതി. കുറ്റം തെളിയിക്കേണ്ട, കുറ്റവിചാരണയെല്ലാം മറ്റൊരു കാര്യം, ജയിലിൽ കിടന്നാൽ മതി. അതാണല്ലോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അല്ല, അതിനൊരു സന്ദർഭം ഉണ്ടാവട്ടെ, തീർച്ചയായിട്ടും. അതിനെന്താ, ഞങ്ങളിപ്പോ ഞങ്ങളുടെ ആളാണോ നല്ലത് നോക്കിയിട്ടൊന്നല്ല നിയമങ്ങൾ എടുക്കുന്നത്. ഞങ്ങളുടെ ആൾ, അതാണ് ഞാൻ പറഞ്ഞത്, ആയിക്കോട്ടെ, ഞങ്ങളുടെ മന്ത്രിമാരായിക്കോട്ടെ, ആരാണെങ്കിലും തെറ്റ് ചെയ്തവർ ജയിലിൽ കിടക്കട്ടെ എന്ന്. ഞങ്ങൾക്ക് അതിനൊരു കൺഫ്യൂഷൻ ഇല്ലാന്ന്.
ഇപ്പൊ ആകാത്തിടത്തോളം കാലം നിങ്ങൾ അങ്ങനെ ചെയ്യുമോ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ എന്ന് ഹൈപ്പോത്തിസിസ് നമ്മൾ പറയുന്നതിൽ കാര്യമില്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആളുകളാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ആരാണെങ്കിലും തെറ്റ് ചെയ്യുന്നവർ ജയിലിൽ കിടക്കട്ടെ, അല്ലെങ്കിൽ അവരവരുടെ മന്ത്രി പദവി ഒഴിഞ്ഞിട്ട് അന്വേഷണത്തെ നേരിടട്ടെ എന്നാണ് ഞങ്ങളുടെ വളരെ വ്യക്തമായിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഓക്കെ, ആ പോയിന്റ് വ്യക്തമാണ്. നിങ്ങൾക്ക് ശ്യാംരാജ് തുടരുക. കോൺഗ്രസ് പ്രതിനിധി അനൂപ് വി ആർ കൂടി ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ശ്രീ അനൂപ് വി ആർ, ഇത് അഴിമതി നീക്കുക, ഉത്തരവാദിത്തപ്പെട്ട ഭരണ സംവിധാനങ്ങളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്ക് കൃത്യമായ ഉത്തരവാദിത്തം ഉണ്ടാവുക, അവർ അഴിമതി ചെയ്യാതിരിക്കുക എന്നുള്ള തീർത്തും നിഷ്പക്ഷമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭയിലും ഇപ്പോൾ BJP പ്രതിനിധി ചർച്ചയിലും പറയുന്നത്. അല്ല, ഇത് വലിയ തമാശയല്ലേ? അമിത്ഷാ അഴിമതിയെക്കുറിച്ച് സംസാരിക്കുന്നു. അമിത്ഷായുടെ മകൻ നടത്തിയ അഴിമതിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ, എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമല്ലേ. ഇപ്പോൾ പറയുന്നത് 1 മാസം ജയിലിൽ പോയ ആളുകൾക്ക് മന്ത്രിയാകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അമിത്ഷാ സറാബ്ദീൻ ഷെയ്ഖ് കേസുമായൊക്കെ ബന്ധപ്പെട്ട് മാസങ്ങളോളം ദിവസങ്ങൾ ജയിലിൽ കിടന്ന ഒരാളല്ലേ. ഇവിടെ വളരെ കൃത്യമാണ് സംഘപരിവാറിനെ സംബന്ധിച്ച് അത് മുന്നോട്ട് വയ്ക്കുന്ന അതിൻ്റെ നിലപാടെന്ന് പറയുന്നത് ഇത്തരം ഒരു നിയമം ഉപയോഗിച്ച് അതിൻ്റെ രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്താനും അതുപോലെ ഒപ്പം നിൽക്കുന്ന ആളുകളെ അവിടെ ഉറപ്പിച്ചു നിർത്താനും എന്നതിൽ കവിഞ്ഞ് ഇതിനകത്ത് വളരെ കൃത്യമായി അഴിമതി നിരോധനത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഇല്ല എന്നുള്ളത് വളരെ സുവ്യക്തമാണ്. എന്ന് മാത്രമല്ല, ഒരു വ്യക്തി ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു വ്യക്തി കുറ്റവാളിയാകുന്നത് എപ്പോഴാണ്? രാജ്യത്തെ കോടതി സംവിധാനം അയാളെ കുറ്റക്കാരനായി വിധിക്കുന്നത് വരെ അയാൾ കുറ്റവാളിയേ അല്ല. ഇവിടെ ഒരാൾ ജയിലിൽ പോയതുകൊണ്ട് അയാൾ ശിക്ഷാർഹനാണെന്ന് വരുന്നത്, അയാൾ മന്ത്രിയായിരിക്കാൻ മുഖ്യമന്ത്രി ആയിരിക്കാൻ യോഗ്യനല്ല എന്ന് വരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത് സത്യത്തിൽ നീതിന്യായ വ്യവസ്ഥക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ്. ഒരു സംശയവും വേണ്ട. അമിത്ഷായെ ഇപ്പോൾ ഒരാളിത് പറയുമ്പോൾ അത് അഴിമതിക്കെതിരായ എന്തെങ്കിലും നീക്കമായി കാണേണ്ടതില്ല എന്ന് മാത്രമല്ല, മുൻകാലങ്ങളിൽ ഈ നരേന്ദ്രമോദി മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്ന എത്രയോ വ്യക്തികൾ ദിവസങ്ങളും മാസങ്ങളും ജയിലിൽ കിടന്ന ആളുകളാണ്. ഇത് അങ്ങേയറ്റം പരിഹാസ്യവും അങ്ങേയറ്റം വിരോധാഭാസവും ഈ പറയുന്ന ജനാധിപത്യ സംവിധാനത്തിനെതിരെ നിൽക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശ്രീ അനൂപ് വി ആർ, നേരത്തെ അങ്ങ് ചർച്ചയിൽ ഇല്ലാതിരുന്ന സമയത്ത് ശ്രീ ശ്യാംരാജ് ഉയർത്തിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. നേരത്തെ UPA സർക്കാരിൻ്റെ കാലത്ത് സമാനമായ രീതിയിലുള്ള ഒരു നിയമം വന്നിരുന്നല്ലോ, ഒരു ബില്ല് വന്നിരുന്നല്ലോ. ആ ബില്ല് രാഹുൽ ഗാന്ധി പരസ്യമായി കീറിക്കളയുന്നത് കോൺഗ്രസ് ഉപാധ്യക്ഷനായിരുന്ന സമയത്ത് കീറിക്കളഞ്ഞ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ നിലപാടുള്ള രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഏകകണ്ഠമായ ഒരു അഭിപ്രായമുണ്ടോ? അത് ചോദിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശശി തരൂർ അങ്ങനെയല്ല പറയുന്നത്. അല്ല, ശശി തരൂരിന് ആ നിലപാടാണെങ്കിൽ ആ നിലപാട് പാർട്ടി തിരുത്തിക്കോളും. ശശി തരൂരിനെ തിരുത്താനുള്ള ബാധ്യതയൊന്നും എനിക്കില്ല. അത് പാർട്ടി ഇത് കൈകാര്യം ചെയ്യും. ശശി തരൂർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പല കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. പാർട്ടി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ട സമയത്ത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഇനിയും ബോധ്യപ്പെടുത്തും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ സംഘപരിവാർ കുറച്ചു കാലമായി എടുക്കുന്ന നയ സമീപനങ്ങളുടെ തുടർച്ചയായി വേണം ഇതിനെ കാണാൻ. ഇപ്പോൾ ED എന്ന് പറയുന്ന ഒരു ഏജൻസി വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമല്ലോ. EDയുടെ നിലപാടെന്താ? പണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ BJPയുടെ സഖ്യകക്ഷിയായ പ്രഫുൽ പട്ടേലിനെതിരെ ED രംഗത്ത് വരുന്നു. പ്രഫുൽ പട്ടേൽ അന്ന് NCPയുടെ ഭാഗമാണ്, ഇന്ത്യ അലയൻസിൻ്റെ നേതാവാണ്. ആ പ്രഫുൽ പട്ടേലിനെതിരെ രംഗത്ത് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പ്രഫുൽ പട്ടേൽ NDA മുന്നണിയുടെ ഭാഗമാകുമ്പോൾ ഈ പറയുന്ന അന്വേഷണം ബാധകമല്ലാതായി വരുന്നു. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർക്കെതിരെ ഈ പറയുന്ന ED രംഗത്ത് വരുന്നു. പിന്നീട് അവർ തൃണമൂൽ ബന്ധം ഉപേക്ഷിച്ച് BJPയുടെ ഭാഗമാകുമ്പോൾ ED ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു. ഇവിടെ രാജ്യത്താകമാനം ED അടക്കമുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് നേരെ ഒരു വശത്ത് പ്രലോഭനത്തിൻ്റെയും മറുവശത്ത് പ്രകോപനത്തിൻ്റെയുമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദുരുപയോഗമാണ് നടക്കുക എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? ഇവിടെ കോൺഗ്രസിനെതിരെ മാത്രമല്ല, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ മാത്രമല്ല, സഖ്യകക്ഷികൾക്കെതിരെ മാത്രമല്ല, നാളെ BJPയിൽ തന്നെ ഉയർന്നേക്കാവുന്ന ഭിന്ന സ്വരങ്ങളെ കൂടി ലക്ഷ്യമിടുന്നതാണ് ഈ ബില്ല് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ വളരെ കൃത്യമാണ് കാര്യങ്ങൾ.
ഇവിടെ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നു. ആ നിയമങ്ങൾ പ്രയോഗിക്കാൻ പോകുന്നത് ഈ മോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ആളുകളാണ്. അവരുടെ രാഷ്ട്രീയ ചരിത്രം എന്താ? ഇവിടെ BJPയുടെ പ്രതിനിധി ഇരിക്കുന്നുണ്ടല്ലോ, ഹിരൺ പാണ്ഡ്യയെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിക്കണം. നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ് ഹിരൺ പാണ്ഡ്യ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ കോടിയേരി ബാലകൃഷ്ണൻ ഇരുന്ന പോലെ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന അത്രമേൽ അടുത്ത സഹപ്രവർത്തനായിരുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണ്. ഇത് നമ്മളാരും പറയുന്നതല്ലല്ലോ. ഹിരൺ പാണ്ഡ്യയുടെ വിധവ തന്നെ ഇത്തരം ദുരൂഹ മരണത്തിൻ്റെ ഉത്തരവാദിത്തം ഈ പറയുന്ന ആളുകൾക്ക് നേരെ, നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നേരെ പരസ്യമായി ഉന്നയിച്ച പാശ്ചാത്യം നമ്മുടെ മുന്നിലുണ്ട്. അതുൾപ്പെടെയുള്ള ആളുകളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, അതാണ് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. ശ്രീ ശ്യാംരാജ്, ഇപ്പോൾ അനൂപ് വിഹാർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഇത് കോൺഗ്രസിനെയോ പ്രതിപക്ഷ പാർട്ടികളോ ലക്ഷ്യമിട്ട് മാത്രമല്ല, BJPക്ക് ഉള്ളിലുള്ള ആളുകളെ കൂടി രക്ഷപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ നോക്കൂ, ഈ സർക്കാർ നിൽക്കുന്നത് ഒരു ഞാണിന്മേലാണ്. അവിടെ TDPയും ഒരു ഭാഗത്ത് TDPയും മറുഭാഗത്ത് നിതീഷ് കുമാറിന്റെ പാർട്ടിയും ജനതാദൾ യുണൈറ്റഡും ഇല്ലെങ്കിൽ ഈ സർക്കാർ വീഴുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അവർക്കെതിരെ കൂടിയുള്ള ഒരു വാളായി ഇത് മാറുകയാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തെ എങ്ങനെ പ്രതിരോധിക്കാനാകും? ഈ തിയറികളെ വളരെ അത്ഭുതത്തോടെ വീക്ഷിക്കുകയാണ്. നിങ്ങൾ എവിടേക്കാണ് കാട് കയറി ചിന്തിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കൂ, ഞാൻ വിഷയത്തിൽ നിന്ന് അല്പം തെന്നി മാറിയെങ്കിലും പറയാം. നിങ്ങൾ ഇപ്പൊ അവസാനം എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ അതേ ലോജിക്ക് നിങ്ങൾ എപ്പോൾ തൊട്ട് ചോദിക്കാൻ തുടങ്ങിയാന്ന് പറയാം. 240 സീറ്റ് വാങ്ങി ഞങ്ങൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയ സമയത്ത് മുതൽ ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങിയതാണ്. നിലവിൽ ഞങ്ങൾക്ക് 293 അംഗങ്ങളുണ്ടെന്ന് NDA സംവിധാനത്തിന്. നിങ്ങൾ ആദ്യം പറഞ്ഞ എന്താ പറയുക? നിങ്ങളെന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് മാധ്യമങ്ങളും പ്രതിപക്ഷം ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ? ചില രാഷ്ട്രീയ കക്ഷികൾ സ്പീക്കറെ ചോദിക്കും, ചിലർ ആഭ്യന്തരം ചോദിക്കും, ഇതിങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, ചില ഉപരാഷ്ട്രപതിയെ ചോദിക്കും. അങ്ങനെ നിങ്ങൾ ഒരുപാട് തിയറി ഇറക്കി. ഇപ്പൊ എന്തായി? ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം NDA സംവിധാനത്തിന് സഖ്യത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്? ഇല്ല, വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പിടിച്ചു വെക്കലോ, അങ്ങനെ ആരെങ്കിലും കൂട്ടിച്ചേർക്കുന്നതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകണം. നോക്കൂ, NDAയിൽ ഇല്ലാത്ത തന്നെ YSR കോൺഗ്രസ് പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഈ രാജ്യത്ത് ഞങ്ങൾക്ക് അങ്ങനെ ആരെയും ഭയപ്പെടുത്തി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഭയപ്പെടുത്തുന്നു എന്ന് പറയേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യമാണ്. കാരണം അവർക്ക് യുക്തിപരമായിട്ടൊന്നും പറയാനില്ല. ഇപ്പൊ നോക്കൂ, കോൺഗ്രസ് പാർട്ടിയുടെ വക്താവ് തന്നെ എവിടെ ഇരുന്നിട്ട് അദ്ദേഹം എന്തൊക്കെയോ സംഘപരിവാർ അത് ഇതെന്നൊക്കെ പറയുന്നതല്ലാതെ യുക്തിഭദ്രമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കേട്ടില്ല. ശ്രീ അമിത്ഷാജിയുടെ കാര്യം പറഞ്ഞു. അമിത്ഷാജി ഇന്ന് ശ്രീ KC വേണുഗോപാൽ ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശത്തിനെതിരെ ഇതേ കാര്യം തന്നെ പറയുകയും ചെയ്തു. കാരണം അമിത്ഷാജി അദ്ദേഹം ജയിലിലോട്ട് പോകാൻ നേരത്ത് രാജിവെച്ചിട്ടാണ് പോകുന്നതെന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ കാലം അതിനുശേഷം സുപ്രീം കോടതിയിൽ നിന്നൊരു പരാമർശം ഉണ്ടാകുന്നവർ അധികം തിരിച്ചു വന്നിട്ട് പോലുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്കെതിരെ ആരോപണം ഉണ്ടാകാം, സ്വാഭാവികമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ പോകേണ്ടി വന്നേക്കാം. പക്ഷെ നിങ്ങൾ അതിനെ നിങ്ങൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ ഭയപ്പെടുന്നത് എന്തിനാണ്? അമിത്ഷാജിയുടെ ആ കാര്യത്തിൽ അവസാനം ഉണ്ടായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകി. അപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ തിരിച്ചു വരുമെന്ന്, അഗ്നിയുദ്ധി നടത്തി തിരിച്ചു വരുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നു. ആ സമയത്ത് അന്തസ്സായിട്ട് രാജിവെച്ചു. അപ്പൊ ഈ രാജിവെക്കാൻ ഭയമുള്ളവർ, ജയിലിലാകുമെന്ന് ഭയമുള്ളവർ, ഭാവിയിൽ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്ന് ഭയമുള്ളവർക്കാണ് ഈ കരച്ചിലെന്ന്. അതല്ലാതെ ആർക്കും കരയേണ്ട ഒരു ആവശ്യമേ ഇല്ല ഇവിടെ. അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. കോഴിയെ കാണാതായി ഇതാ പ്രതിപക്ഷം, കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ എല്ലാവരും തലയിൽ തപ്പുവാണ്, ഞങ്ങൾ എല്ലാവരുടെ കൂടി കോഴീനെ കട്ടു എന്നുള്ള രീതിയിൽ. ഇത് ആരെയും ഭയപ്പെടുത്താനോ ഒന്നും വേണ്ടിയില്ല. ഇത് സുപ്രീം കോടതിയിലെ ചില പരാമർശമുണ്ട്. എനിക്കൊന്ന് 2002 സുപ്രീം കോടതി ഒരു പരാമർശം ഉണ്ടാക്കി. ഈ രാജ്യത്തെ സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ കുറിച്ച് അറിയാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതായത് സുപ്രീം കോടതി തന്നെ പറയുന്നു, ഈ രാജ്യത്തെ ജനങ്ങൾ തന്നെ പറയുന്നു, ക്രിമിനലുകൾ ഇവിടെ വരാൻ വേണ്ടി പാടില്ല, അവർ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്, എല്ലാവരും മാറ്റി നിർത്തപ്പെടേണ്ടതുണ്ട്. നോക്കൂ, ആത്തിഖ് അഹമ്മദിനെ പോലെയുള്ള ഒരു ഭൂലോക ക്രിമിനൽ ഫ്രോഡ്, ഞാൻ UPയിലൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പൊ UPയിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ പറയുന്നത്, ഈ ആത്തിഖ് അഹമ്മദ് ഒരു സ്ഥലത്ത് എന്നിട്ട് അയാൾക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ട് ഉടമസ്ഥനെ വിളിച്ചു പറയും, ഈ സ്ഥലം ഞാനിങ്ങനെ എടുക്കുക, അത്രയേ ഉള്ളൂ. ശ്രീ അനൂപ് വിഹാർ, ഈ പറഞ്ഞ പോലെ യുക്തിഭദ്രമല്ലാത്ത അല്ലെങ്കിൽ യുക്തിക്ക് ഒട്ടും നിരക്കാത്ത കാര്യങ്ങളാണോ കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്? ശ്രീ അനൂപ് വിഹാറിന്റെ ചോദ്യം കേട്ടിട്ടുണ്ടാകില്ല എന്ന് കരുതുന്നു. ഈ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ സാമാന്യ യുക്തിക്ക് നിരക്കുന്നില്ല നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് BJP പ്രതിനിധി പറയുന്നത്. അല്ല, BJP പ്രതിനിധി ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായി കേട്ടിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.
അദ്ദേഹത്തെ കേട്ടിട്ടില്ലെങ്കിൽ, അദ്ദേഹത്തിനത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നതിന് എനിക്ക് വിരോധമില്ല. ഇവിടെ BJP ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായുമാണല്ലോ ഇപ്പോൾ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം നൽകുന്നത്. ഇതേ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന മന്ത്രിസഭയിൽ അമിത്ഷായ്ക്ക് മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന വ്യക്തിയുടെ പേരാണ് ഹിരൺ പാണ്ഡ്യെ. ആ രാഷ്ട്രീയ മന്ത്രിസഭയ്ക്കകത്തെ സഹപ്രവർത്തകൻ പോലും ദുരൂഹമായി വധിക്കപ്പെടുന്നു എന്ന്, അതിന് കാരണക്കാർ മോദിയും അമിത്ഷായുമാണ് എന്ന് പറഞ്ഞത് രാഷ്ട്രീയ എതിരാളികളല്ല. ഈ ഹിരൺ പാണ്ഡ്യയുടെ വിധവയായിരുന്ന മന്ത്രിസഭയിലെ നരേന്ദ്രമോദിയുടെ സഹപ്രവർത്തകനായിരുന്ന ഹിരൺ പാണ്ഡ്യയുടെ ഭാര്യയായ വ്യക്തിയാണ് പറയുന്നത്, എൻ്റെ ഭർത്താവ് മന്ത്രിസഭയ്ക്കകത്ത് ചില രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മോദിയും അമിത്ഷായും അദ്ദേഹത്തെ വകവരുത്തി, അദ്ദേഹത്തിൻ്റെ മരണം ദുരൂഹമാണ്, അവരാണ് അദ്ദേഹത്തെ കൊന്നു കളഞ്ഞത് എന്ന് പരസ്യമായി പറഞ്ഞത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. BJPയുടെ പ്രതിനിധിക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന മോദിയുടെ, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന, അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭയുടെ സ്വഭാവം വളരെ വ്യക്തമാണെന്നേ. നാളിതുവരെയുള്ള ഏതെങ്കിലും പ്രധാനമന്ത്രിയായോ ആഭ്യന്തരമന്ത്രിയായോ മോദിയെയും അമിത്ഷായും താരതമ്യം ചെയ്യാനേ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ ഈ നരേന്ദ്രമോദിയും അമിത്ഷായും നേതൃത്വം നൽകുന്ന ഈ മന്ത്രിസഭ, ED ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്ന ഈ മന്ത്രിസഭ ഇത്തരം ഒരു നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ രാജ്യത്തിനകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് വളരെ വ്യക്തമല്ലേ? ഇപ്പോൾ ഞാൻ ഈ BJPയുടെ പ്രതിനിധി സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല സാങ്കേതിക തകരാറ് മൂലം. അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ഹിരൺ പാണ്ഡ്യയ്ക്ക് ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹിരൺ പാണ്ഡ്യയുടെ മരണത്തിൽ സംഭവിച്ചത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഇത്തരം അനുഭവങ്ങളുള്ള ആളുകൾക്ക് നരേന്ദ്രമോദി അമിത്ഷായെ അവരെ സംശയിച്ചാൽ എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക? ഈ സംഘപരിവാർ സർക്കാരിൻ്റെ സ്വഭാവം, അതിൻ്റെ പ്രവർത്തന ശൈലി, അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് തികച്ചും ഫാസിസ്റ്റ് ഭരണക്രമത്തിൽ അധിഷ്ഠിതമാണെന്നേ. ഈ മുൻകാലങ്ങളിലല്ല, സമീപകാലത്ത് നടന്ന ഉദാഹരണമല്ല. ഞാൻ മഹാരാഷ്ട്രയിലെ പ്രഫുൽ പട്ടേലിൻ്റെ കാര്യം പറഞ്ഞു, പശ്ചിമ ബംഗാളിലും സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. ശരി, അതുൾപ്പെടെയുള്ള ഉദാഹരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകളല്ല BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇത്തരം ബില്ല് അവതരിപ്പിക്കുന്നതിലൂടെ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പോയിന്റ്. ശ്യാമരാജ് വളരെ വേഗത്തിൽ മറുപടി പറയാം. ഒന്ന്, ഇവിടെ ഈ ഇത്തരം നുണക്കഥകൾ ഇവർ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറയാൻ വേണ്ടിയിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പിന്നീട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്ന് പിന്നീട് വന്നിട്ട് അതും ഗൂഗിൾ സെർച്ച് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഞാൻ മൗലികമായിട്ട് ഞാൻ തുടക്കത്തിൽ തന്നെ ചോദിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം കോൺഗ്രസിന്റെ പ്രതിനിധിക്കുണ്ടോ? ഈ 2013 രാഹുൽ ഗാന്ധി വലിച്ചു കയറിയ ഓർഡിനൻസ് എന്തിനായിരുന്നു? 2013 വലിച്ചു കയറിയ ഓർഡിനൻസ് എന്ന് പറയുന്നത് അഴിമതിക്കെതിരായിട്ട് സുപ്രീം കോടതി വിധിക്കെതിരെ ഇവരുടെ തന്നെ സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് ആയിരുന്നു എന്ന്. ആ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് മാറ്റമുണ്ടായത് എങ്ങനെയാ? ഈ ലാലു പ്രസാദ് യാദവിനെതിരെ അന്ന് വലിയ പ്രസ്താവന നടത്തിയുള്ള കോൺഗ്രസിന് ഇന്ന് മാറ്റമുണ്ടായത് എങ്ങനെയാ? അപ്പൊ ഒരിക്കൽ ഇവർക്ക് അഴിമതിക്കെതിരെ പറയുകയും ഇപ്പോൾ ഞങ്ങൾ ഭരണത്തിലാകുമ്പോഴത്തേക്ക് ഇവർ അതിനെ ഭയപ്പെടുകയുമാണ് ചെയ്യുന്നത്. പ്രശ്നം ഇത്രയുമേ ഉള്ളൂ, ഇവർക്ക് അഴിമതി ചെയ്താൽ അഴിക്കുള്ളിലാകുമെന്നുള്ള ഭയമുണ്ട്. ഈ UPA കാലഘട്ടത്തിൽ എത്ര അഴിമതി കഥകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ജയിലുകളിൽ ആകുമെന്നുള്ള പേടി കൊണ്ടാണ് ഇവർക്ക്, അതല്ലാതെ ഒറ്റ അടിങ്ങനെ തകിടം പറയാൻ വേണ്ടിയിട്ട് പറ്റുക. അന്ന് ഓർഡിനൻസ് വലിച്ചു കയറി അതേ രാഹുൽ ഗാന്ധി ഇന്നതാ ഈ ബില്ലിനെതിരെ സമരത്തിലാണെന്ന് ആലോചിച്ച് നോക്കണേ. അപ്പൊ ഒന്നുകിൽ ഇവർക്ക് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു യുക്തിയില്ല, അല്ലെങ്കിൽ അതിനകത്തൊരു ഉറപ്പില്ല. അതല്ലെങ്കിൽ ഇവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതുമല്ലെങ്കിൽ ഞാൻ തുടക്കം മുതൽ ഒടുക്കം വരെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് കോഴിയെ കട്ടപ്പോഴത്തേക്ക് ഇവർക്ക് നല്ല പേടിയുണ്ട്, ഞങ്ങൾ ജയിലിലൊക്കെ പോകാൻ വേണ്ടി പറ്റും. ഞാൻ പറയുന്നത് ഇന്നാട്ടിലെ കോടതികൾ, ഇന്നാട്ടിലെ ചെറുപ്പക്കാർ, ഇന്നാട്ടിലെ ജനങ്ങള്, ഇവർക്കെല്ലാം അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഭരണം ആവശ്യമാണ്. ഒരു ഭരണം അഴിമതിരഹിതമായ ഒരു ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് BJP മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അതേസമയം പ്രതിപക്ഷത്തെ പൂട്ടാനുള്ള ഒരു ഭേദഗതിയാണ് ഇതെന്നുള്ളതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നോട്ട് വെക്കുന്ന ആരോപണം.